ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 35-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. റാം, നീ എവിടെയാ? എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒഴിഞ്ഞ മൈതാനമില്ലേ, അവിടെ നമ്മുടെ നോവ. അവളൊരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ഞാൻ ആംബുലൻസിന് വിളിച്ചിട്ടുണ്ട്. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഫോണിലൂടെ കേട്ട രാഹുലിൻ്റെ പിതാവ് ശേഖരൻ്റെ വിറയ്ക്കുന്ന ശബ്ദം റാമിനെ പിടിച്ചു കുലുക്കി. എങ്കിലും ശേഖരൻ ആംബുലൻസിനെ വിളിച്ചു എന്ന് പറഞ്ഞ ആ വാക്കുകൾ റാമിന് ചെറിയൊരു ആശ്വാസം നൽകി. അവൾക്ക് അപകടം സംഭവിച്ചു, പക്ഷേ അവൾ ജീവിച്ചിരിപ്പുണ്ട്. എനിക്കത് മതി. സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് റാം ചാടി എഴുന്നേറ്റു. എടോ, താൻ ഈ CCTV ഫുട്ടേജ് കളക്ട് ചെയ്യണം. ഒപ്പം നോവ താമസിച്ചിരുന്ന റൂം ഒന്ന് സീൽ ചെയ്തേരെ. അവളെപ്പറ്റി ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. ഞാൻ വിളിക്കാം. വാക്കുകൾ പൂർത്തിയാക്കും മുൻപേ റാം പുറത്തേക്ക് കുതിച്ചു. വാഹനത്തിലേക്ക് ചാടി കയറി ആക്സിലേറ്ററിൽ ആഞ്ഞു ചവിട്ടി ആ വാഹനം പായിക്കുമ്പോൾ വണ്ടിയുടെ വേഗതയേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ റാമിൻ്റെ ചിന്തകൾ സഞ്ചരിക്കുകയായിരുന്നു. ഈശ്വര, എനിക്ക് ആകെയുള്ളൊരു സമ്പാദ്യമാണവൾ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന എൻ്റെ മോള്. അവൾക്ക് എന്തു പറ്റി? അവളെ എനിക്ക് ജീവനോടെ തിരികെ വേണം. അവൻ്റെ ഉള്ളിൽ നിന്ന് ഉയർന്ന ആ പ്രാർത്ഥന ഒടുവിലൊരു തേങ്ങലായി തൊണ്ടയിൽ കുരുങ്ങി. റാം അവിടെ എത്തുമ്പോൾ ആ പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. എല്ലാവരും ഗൗരവത്തോടെ എന്തൊക്കെയോ മന്ത്രിക്കുന്നു. ഓരോ മുഖങ്ങളും റാമിൽ എന്തെന്നില്ലാത്ത ഭയം ജനിപ്പിച്ചു. വഴിയരികിൽ തകർന്നു കിടക്കുന്ന കറുത്ത മിനി കൂപ്പർ അവൻ്റെ കണ്ണുകളിൽ പതിച്ചു. റാം വിറയ്ക്കുന്ന കാലുകളോടെ വണ്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അദ്ദേഹത്തിൻ്റെ ഓരോ ചുവടിലും വല്ലാത്തൊരു ഭാരം നിറഞ്ഞിരുന്നു. റാം! പെട്ടെന്ന് പിന്നിൽ നിന്നും ഉയർന്നു കേട്ട ശേഖരൻ്റെ വിറയ്ക്കുന്ന ശബ്ദത്തിനൊപ്പം അയാളുടെ കൈകൾ റാമിനെ ചേർത്ത് പിടിച്ചു. വല്ലാത്തൊരു ഭയത്തോടെ അദ്ദേഹം ചുറ്റും നോക്കി. ചുറ്റും കൂടി നിൽക്കുന്നവരുടെ കണ്ണുകളിൽ സഹതാപമായിരുന്നില്ല, മറിച്ച് പറയാൻ കഴിയാത്തൊരു നടുക്കമായിരുന്നു. ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി റാം അവിടേക്ക് പാഞ്ഞു. അവിടെ കണ്ട കാഴ്ച റാം എന്ന പോലീസ് ഓഫീസറെ ഒരു പിതാവിൻ്റെ പൂർണ്ണമായ തകർച്ചയിലേക്ക് തള്ളിവിടുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ച മറഞ്ഞു. അഗാധമായൊരു നിലയില്ലാ കയത്തിൽ മുങ്ങിത്താഴുന്നതുപോലെ റാം നിലത്തേക്ക് ഊർന്നിരുന്നു. ആ മിനി കൂപ്പറിൻ്റെ തകർന്ന ചില്ലുകൾക്കിടയിൽ ഒരു കൊച്ചു ശവപ്പെട്ടി. വെളുത്ത ലില്ലിപ്പൂക്കളാൽ അത് അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ആരോ ഒരാളുടെ വരവ് കാത്ത് എന്നതുപോലെ അതിൽ പുഞ്ചിരി തൂകുന്ന നോവയുടെ കുഞ്ഞുമുഖം. ആദ്യമായി തൻ്റെ മകളെ കൈകളിൽ ഏറ്റുവാങ്ങിയ ആ മനോഹരമായ നിമിഷം റാമിൻ്റെ ഓർമ്മകളിലേക്ക് കടന്നു വന്നു. അന്ന് ലോകം മുഴുവൻ തൻ്റെ കൈപ്പിടിയിലാണെന്ന് കരുതിയ ആ വലിയ സന്തോഷം എല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. നെഞ്ച് തകർന്ന അപ്പൻ്റെ വേദന ഒരു നിലവിളിയായി അവൻ്റെ ഉള്ളിൽ നിന്ന് ആർത്തലച്ചു. ആ കാഴ്ച താങ്ങാനാകാതെ ശേഖർ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. റാം പതുക്കെ എഴുന്നേറ്റ് തൻ്റെ മകളുടെ അടുത്തേക്ക് നടന്നു. വിറയ്ക്കുന്ന കൈകളോടെ ആ കുഞ്ഞു മുഖം തലോടാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ എന്നതുപോലെ അവിടെ ക്യാമറ ഫ്ലാഷുകളുടെ വെളിച്ചം അലയടിച്ചു. വേട്ടക്കാരെ പോലെ മാധ്യമപ്രവർത്തകർ അവരെ വളഞ്ഞു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. പോലീസും ആംബുലൻസും എല്ലാം സ്ഥലത്തെത്തി. നെഞ്ചിലേറ്റി വളർത്തിയ തൻ്റെ പൊന്നുമോൾ നിശബ്ദയായി മടങ്ങുന്ന ആ കാഴ്ച കാണാനാവാതെ റാം അലറി വിളിച്ചു. രാത്രി 8 മണി. റാമിൻ്റെ വസതി. വല്ലാത്തൊരാകുലതയോടെ വർഷ വീണ്ടും മകളുടെ നമ്പർ ഡയൽ ചെയ്തു. സ്വിച്ച് ഓഫ്. ആ അമ്മ മനസ്സിൽ എന്തെന്നില്ലാത്ത നൊമ്പരം നിറഞ്ഞു. തൻ്റെ മകൾ എവിടെ നിന്നോ തന്നെ വിളിക്കുന്നത് പോലെ. റാം, അവനെവിടെ? സ്വയം ചോദിച്ചുകൊണ്ട് അവൾ ഫോണിലേക്ക് നോക്കി. ഭർത്താവിൻ്റെ നമ്പർ ഡയൽ ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത്. റാം, ഒടുവിൽ അവൻ എത്തിയിരിക്കുന്നു. വർഷയുടെ മുഖത്ത് നേരിയ ആശ്വാസം വിരിഞ്ഞു. വാതിൽ തുറക്കുമ്പോൾ കണ്ട കാഴ്ചയിൽ അവൾ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. വീടിനു മുൻപിൽ പ്രതീക്ഷിക്കാത്ത ഒരാൾക്കൂട്ടം, പരിചിതമല്ലാത്ത മുഖങ്ങൾ. എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാനാവാതെ അവൾ പകച്ചു നിൽക്കുമ്പോഴേക്കും റാമിൻ്റെ കാർ ഗേറ്റ് കടന്നു വന്നിരുന്നു. അവനെ കണ്ടതും വർഷ ജനക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി റാമിൻ്റെ അടുത്തേക്ക് പാഞ്ഞു. റാം, ഇതെന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം? എന്താ ഇവിടെ സംഭവിക്കുന്നത്? എവിടെ എൻ്റെ നോവ? അവൾ റാമിനെ പിടിച്ചുലച്ചുകൊണ്ട് ചോദിച്ചു. മോളെ വന്നേ, ഞാൻ പറയാം. പെട്ടെന്ന് അവിടേക്ക് കടന്നു വന്ന റാമിൻ്റെ അമ്മ ഒരു തേങ്ങലോടെ പറഞ്ഞു. അവർക്കൊപ്പം തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോഴും വർഷയുടെ കണ്ണുകൾ റാമിൻ്റെ മുഖത്തു നിന്നും മാറിയിരുന്നില്ല. ആ കണ്ണുകളിൽ അപ്പോഴും ആ ചോദ്യമുണ്ടായിരുന്നു. എൻ്റെ മോളെവിടെ? അവളുടെ ചോദ്യം മനസ്സിലാകുമ്പോഴും ഒന്നും പറയാനാകാത്ത വിധം റാം ആകെ തകർന്നിരുന്നു. തൻ്റെ ജീവിതത്തിൽ എന്തോ ഒന്ന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു.
തിരിഞ്ഞു നടക്കുമ്പോൾ വർഷയുടെ മനസ്സ് മന്ത്രിച്ചു. ഒരുപക്ഷെ ഡാഡി ആയിരിക്കുമോ? വർഷയുടെ ഉള്ളിൽ ആ ചോദ്യം ബാക്കിയായെങ്കിലും വല്ലാത്ത തളർച്ചയോടെ കാലുകൾ എടുത്തു വെക്കാൻ പാടുപെട്ടുകൊണ്ട് അവൾ റാമിൻ്റെ അമ്മയ്ക്കൊപ്പം അകത്തേക്ക് നടന്നു. മോളെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ അവർ ഒന്ന് നിർത്തി കുറേയേറെ നേരം എന്തൊക്കെയോ ആലോചിച്ചിരുന്നിട്ട് സാവധാനം തുടർന്നു. മോളെ, ഈ ലോകത്തിലെ സ്വന്തം ബന്ധങ്ങൾ നമ്മുടെ മരണം വരെ കൂടെ ഉണ്ടാകണമെന്ന് നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റൂ. അതിനായി നിർബന്ധം പിടിക്കാനാകില്ലല്ലോ. അവരുടെ വാക്കുകളിലെ ആ വിറയൽ തൻ്റെ ഡാഡി തന്നിൽ നിന്നും അകന്നുപോയി എന്ന ഉറപ്പിലേക്ക് വർഷയെ കൊണ്ടെത്തിക്കുകയായിരുന്നു. വല്ലാത്തൊരു തേങ്ങലോടെ അവൾ ആ അമ്മയുടെ കൈകളെ മുറുകെ പിടിച്ചു. എല്ലാം തീരുമാനിക്കുന്നത് ദൈവമല്ലേ? ജീവൻ നൽകിയ ദൈവത്തിന് അത് തിരികെ എടുക്കാനും അവകാശമുണ്ട്. അതാണ് നമ്മൾ മാതാപിതാക്കൾ തിരിച്ചറിയേണ്ട വലിയ സത്യം. അമ്മയുടെ വാക്കുകളിൽ ഒളിഞ്ഞിരുന്ന ആ ക്രൂരമായ യാഥാർത്ഥ്യം വർഷയുടെ നെഞ്ചിൽ ഒരു കഠാര പോലെ പതിച്ചു. അവൾ ഞെട്ടലോടെ റാമിന് നേരെ കുതിച്ചു. റാം, എൻ്റെ മോൾ, അവളെവിടെ? അവൾക്ക് എന്ത് സംഭവിച്ചത്? നീ എന്താ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നത്? റാമിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചുലച്ചുകൊണ്ട് അവൾ നിലവിളിച്ചു. അവളുടെ കണ്ണുകളിൽ പ്രത്യാശയുടെ ഒരു നേർത്ത കണിക പോലും ബാക്കിയുണ്ടായിരുന്നില്ല. റാം അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവൾ നമ്മുടെ മോളിനെ ഒരിക്കലും വരില്ലടാ. അവൾ പോയടാ. അവൾ നമ്മളെ തനിച്ചാക്കി പോയി. ആ വാക്കുകൾ കാതിൽ പതിച്ച നിമിഷം വർഷയുടെ മുൻപിൽ കാലം നിശ്ചലമായി. ഒരു ശിലയെപ്പോലെ അവൾ റാമിൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് അനങ്ങാതെ നിന്നു. മോളെ വർഷ, എന്നെ തനിച്ചാക്കല്ലേ പ്ലീസ്. അതുകൂടി താങ്ങാനുള്ള ശേഷി ഈ ഹൃദയത്തിനില്ല മോളെ. റാമിൻ്റെ ഹൃദയം പിളരുന്ന ആ നിലവിളിയാണ് വർഷയുടെ മരവിച്ച മനസ്സിനെ തിരികെ വിളിച്ചത്. അവൾ പതുക്കെ റാമിൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി. കണ്ണീർ പറ്റിയ അവളുടെ കണ്ണുകളിൽ അപ്രതീക്ഷിതമായൊരു ശാന്തത നിഴലിച്ചു. റാം, ഈശ്വരൻ തന്നപ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ച നമുക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ കരയാൻ എന്തവകാശം? സഹിക്കണം. ഈ ജീവിതത്തിൽ നമ്മുടെ വിധി ഇതായിരിക്കും. അവളുടെ വാക്കുകളിലെ ആ അസാധാരണമായ സംയമനം കണ്ട് റാം അത്ഭുതത്തോടെ അവളെ നോക്കി. ഏറെ നേരത്തിന് ശേഷം ശ്മശാന മൂകമായ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. റാം, ഡാഡി അറിഞ്ഞോ? ഇല്ല, എനിക്ക് പറ്റുന്നില്ല വർഷ. എൻ്റെ മകളുടെ മരണവാർത്ത ഞാൻ എങ്ങനെയാ ഡാഡിയോട് പറയുക? റാം തളർന്ന സ്വരത്തിൽ പിറുപിറുത്തു. അവൻ്റെ ശബ്ദത്തിൽ ഒരു പിതാവിൻ്റെ സകല തകർച്ചയും ഉണ്ടായിരുന്നു. വർഷ പെട്ടെന്ന് റാമിൻ്റെ കൈകളിലേക്ക് ഫോൺ എടുത്തു വെച്ചു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീരിൻ്റെ നനവില്ലായിരുന്നു. പകരം ഒരുതരം വിചിത്രമായ തിളക്കം മാത്രം. റാം, ദാ ഫോൺ. നീ വിളിക്ക്. നമുക്കൊരു മോൾ ജനിച്ചപ്പോൾ നീയല്ലേ ആദ്യമായി ആ സന്തോഷം ഡാഡിയോട് പങ്കുവെച്ചത്? അവൾ നമ്മളെ വിട്ടുപോകുമ്പോഴും നീ തന്നെ അറിയിക്കണം. ഡാഡിക്ക് ആഗ്രഹമുണ്ടാവില്ലേ അവളെ ഒരിക്കൽ കൂടി കാണണമെന്ന്? അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തു പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അവളെ നമുക്കൊരു രാജകുമാരിയെ പോലെ യാത്രയാക്കണം. സമനില തെറ്റിയവളെ പോലെ വർഷ അത് പറയുമ്പോൾ റാം ഞെട്ടലോടെ അവളെ നോക്കി. അവളുടെ വാക്കുകളിൽ മരണത്തിൻ്റെ ഗൗരവത്തേക്കാൾ അവളെ അണിയിച്ചൊരുക്കാനുള്ളൊരു ഉത്സാഹമായിരുന്നു മുഴങ്ങിക്കേട്ടത്. മോളെ, അതൊക്കെ ഞങ്ങൾ അറിയിച്ചോളാം. നീ അതൊന്നും ഓർക്കണ്ട. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ കാണിച്ച് നീ ഞങ്ങളെ പേടിപ്പിക്കല്ലേ? റാമിൻ്റെ അമ്മ ഭയത്തോടെ അവളോട് കെഞ്ചി. അമ്മയുടെ വാക്കുകൾക്ക് മറുപടിയായി വർഷ ഒരു നേർത്ത ചിരി ചിരിച്ചു. ആ ചിരിയിൽ വേദനയേക്കാൾ ഉപരി ഒരു നിഗൂഢതയുണ്ടായിരുന്നു. അമ്മയല്ലേ പറഞ്ഞത് എല്ലാം സഹിക്കണമെന്ന്? ഈ ജന്മം ഇങ്ങനെ ജീവിക്കാനായിരിക്കാം ദൈവനിശ്ചയം. അത് പറഞ്ഞുകൊണ്ട് വർഷ വിദൂരതയിലേക്ക് നോക്കിയിരുന്നു. മറ്റാർക്കും കാണാനാവാത്ത എന്തോ ഒന്ന് അവിടെ ഉണ്ടെന്ന മട്ടിൽ അവളുടെ മിഴികൾ വികസിച്ചു. റാം അവളെ തന്നെ നോക്കി നിന്നു. മകളെ നഷ്ടപ്പെട്ട വേദനയിൽ വർഷയുടെ ബോധം മറഞ്ഞതാണോ? അതോ അതിനപ്പുറം മറ്റെന്തോ അവളിൽ സംഭവിച്ചിട്ടുണ്ടോ? അവളുടെ ആ മൗനം ആ വീട്ടിൽ വലിയൊരു കൊടുങ്കാറ്റിൻ്റെ വരവറിയിക്കുന്നുണ്ടായിരുന്നു. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.